എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടൊരു വാർത്തയാണ്, ഇന്നലെയൊക്കെ വന്നതാണ്, നമ്മൾ എല്ലാവരും കണ്ടതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പുള്ളിക്കാരി ഈ ആശമാരുടെ ഒരു സമരം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞാണ്. അവർക്ക് വേതനം കൂട്ടണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ഉന്നയിച്ചുകൊണ്ട് 40 ദിവസത്തോളമായെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ ഒരു സമരം അവരിങ്ങനെ നടത്തി വരുന്നു. പിന്നീട് അത് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രിയും അതുപോലെ കുറെ ആളുകളൊക്കെ ഇതിനു വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പാവം പുള്ളിക്കാരി ഡൽഹിയിലേക്ക് പോയി. ഇതിന് മുൻപ് ഒരു വിഷയം വന്ന സമയത്ത്, ആ വിഷയം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ വിഷയം വന്ന സമയത്ത് പുള്ളിക്കാരി ഇതുപോലെ ഇങ്ങനെ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചെങ്കിലും അന്ന് ആ സമയത്ത് പുള്ളിക്കാരിക്ക് പോകാൻ പറ്റില്ല. അതിന്റെ വിഷമമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയൊരു വിപത്ത് വന്ന സമയത്താണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു അവസരം കിട്ടി ഡൽഹിയിൽ പോകാനായിട്ട്. അപ്പൊ പോകുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ട് പോയ ഒരു കാര്യം ഞാനിപ്പോ ഒന്ന് പ്ലേ ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. അത് മായ ആശയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും, കൂട്ടണം എന്നുൾപ്പെടെയുള്ള കാര്യം. ഇനി അതിനുശേഷം ഇവര് ഡൽഹിയിൽ വിമാനമൊക്കെ ഇറങ്ങി. ആ സമയത്ത് ഈ മാധ്യമങ്ങൾ പോയിട്ട് ഈ സമയം ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് കാണുക, എന്താണ് സംസാരിക്കുക എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശ്രീമതി വീണ ജോർജിന്റെ വാക്കുകൾ കേട്ട് നോക്കാം. ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് ഞാൻ ചെല്ലട്ടെ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എത്തിയിട്ട് നോക്കാമെന്ന് പറഞ്ഞ മന്ത്രി കേരള ഹൌസിലെത്തിയപ്പോൾ പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല, കിട്ടിയില്ലെങ്കിൽ നിവേദനം കൊടുത്തു മടങ്ങും. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു വീണ ജോർജ്. കേട്ടില്ലേ, നമ്മുടെ ആരോഗ്യമന്ത്രി പോയത് ആശമാരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ആണെന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ അവിടെ പോയി സംസാരിക്കും, വേതനം കൂട്ടുന്നതിനെ പറ്റി സംസാരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് എന്തിനാ പോയെന്ന് പിന്നീട് മാധ്യമങ്ങൾക്കെല്ലാം മനസ്സിലായി. അതായത് ഇക്കാരി പോയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്ന് സാപ്പിടാനാണ്. ചേച്ചി പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ, അതായത് ആശമാരുടെ കാര്യം സംസാരിക്കും, വേതനത്തെ പറ്റി സംസാരിക്കും, കേന്ദ്രത്തിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനായിട്ട് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. ചേച്ചി ഇതിന് മുൻപ് ഇതുപോലെ പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അന്ന് പക്ഷേ പാളീസായി പോയി. പക്ഷേ ഇത്തവണ അത് കയറി പോകാൻ പറ്റി. അതുകൊണ്ട് പോയി അത്താഴം കഴിച്ചിട്ട് ഇങ്ങ് എത്തി. അത്താഴം കഴിച്ചിട്ട് നീണ്ട ഏമ്പൊക്കെ വിട്ടിട്ടൊക്കെ ആളിങ്ങെത്തി. അപ്പൊ എത്തിയ സമയത്ത് അവിടെ ഇവിടെയും തൊടാത്ത കുറെ ഡയലോഗടി. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നതാണല്ലോ നമ്മുടെ പിണറായിയുടെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സർക്കാരിന്റെ ഒരു നയം എന്ന് പറയുന്നത്. അപ്പോ കണക്ക് പുറത്ത് ഊരിപ്പിടിച്ച വാളിന്റെ അടിയിൽ കൂടിയൊക്കെ നടക്കുന്ന അണ്ണനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇനി നമുക്ക് ആ ഒരു വാർത്ത ഇവിടെ കണ്ടു നോക്കാം. നിങ്ങൾ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിക്കരുതേ, എനിക്കത് എന്തൊരു കഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. CPM-ന്റെ പ്രകടന പത്രികയിലെ സാമൂഹ്യ സുരക്ഷ അതെ, ഇത് പോളിസിയും അംഗനവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം 700 അല്ല, ഇതിൽ പറയട്ടെ, അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്നാണ് വായിക്കാനെന്ന് പറയൂ. ഒറ്റ ഇതിനകത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും, ഗാർഹിക തൊഴിലാളികൾ പ്രത്യേക സ്കീമുകൾ. ഇതാണ് നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ ഇതാണ് വായിക്കുന്നത്. സഹകരണം CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം 890 ഇതിനകത്ത് ഒരു കാര്യം. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് CPM-ന്റെ വെബ്സൈറ്റ് ആണ്, നോക്കൂ. അല്ല, CPM-ന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങൾ വേഗത്തിൽ കിട്ടാവുന്ന ഒരു രേഖയാണ്. അല്ല, വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കണം. നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കാം. ഇത് നോക്കൂ, CPIM Kerala.org. നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ, ഇത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു. ഇത് കേന്ദ്രം. ഞാൻ പിന്നോട്ട് പോയില്ല. മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പരിശോധിച്ചു. ഇപ്പൊ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു സാധനമാണിത്, ഞാൻ നോക്കിയതാണ്. നിങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പരിശോധിക്കണം. നിങ്ങൾ ഇതൂടെ വായിക്കൂ. വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഈ ഒരു CPM അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന ഇടതുപക്ഷ സർക്കാർ അപ്പോൾ എന്തൊക്കെയോ വലിയ തള്ളൊക്കെ തള്ളിക്കൊണ്ടാവും. LDF വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അത് മന്ത്രിമാരുടെ വീടുകളിൽ ശരിയാകുമെന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. നമ്മൾ കേട്ട ആളുകൾ മാറിപ്പോയതാണ്. ലളിതമായ ജീവിതം എന്നൊക്കെയുള്ളൊരു ആശയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ വീണ ജോർജ് ഇട്ടിരിക്കുന്ന ബാഗിന് തന്നെ അത്യാവശ്യം 35,000 രൂപയുടെ വിലയുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ മണ്ടന്മാർ, കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാമല്ലോ, മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഏതവനാണെങ്കിലും കാണിക്കാമല്ലോ. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന വീണ ജോർജ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു വാർത്ത കൂടെ ഉണ്ട്. അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന് ഒരാഴ്ച മുമ്പ് ശ്രമിച്ചതല്ലേ? ആര് പറഞ്ഞു? അങ്ങനെ ഒരു റിക്വസ്റ്റ് പോയിട്ടില്ല. അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം?
ഞാൻ ഒരു ഇവര് പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ അടുത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട് കാണാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഇവരിപ്പോ ചോദിക്കുമ്പോൾ പറയണം ആര് പറഞ്ഞു, അതൊന്നും അറിയില്ല, നിങ്ങൾ പറയുന്നതാണോ സത്യം എന്നൊക്കെയുള്ള രീതി. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അടിച്ചിട്ട് ചോദ്യം ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ഇറങ്ങി കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് പുള്ളിക്കാരനുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കൂടുള്ളവരും, ഈ പറയുന്ന കാരണഭൂതന്റെ കൂടുള്ള ഭൂതഗണങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അതോടൊന്ന് കേട്ടു നോക്കാം ബാക്കി. അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം? അല്ല, അപ്പോയിന്റ്മെന്റ് അനുവാദം തോടിയതല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? മിനിസ്റ്റർ ഈ പറഞ്ഞതുപോലെ തൊട്ട് തലേന്നായിരുന്നു ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത്, മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ല. അല്ല, എപ്പോ തേടണമായിരുന്നു? അല്ല, ഞാൻ ചോദിക്കാം. അല്ല, എപ്പോ തേടണമായിരുന്നേ? അല്ല, സ്വാഭാവികമായിട്ട് ഒരു കേന്ദ്രമന്ത്രി അല്ല, അതറിയാത്ത ഈ കിഴങ്ങിനെയൊക്കെ പിടിച്ചിട്ടാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയൊക്കെ വെച്ചിരിക്കുന്നത്. പണം മുക്കാനുള്ള വേറൊരു ടീം വേണ്ടല്ലോ. ഇപ്പൊ ഇവരൊക്കെ തന്നെ ധാരാളമാണല്ലോ. ഇനി ബാക്കി ഉണ്ടോ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അപ്പോയിന്റ്മെന്റ് ചെയ്തത് നമുക്കൊരു പ്രശ്നമല്ല. അല്ല, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനല്ല മിനിസ്റ്ററെ പ്രശ്നം, കേരളത്തിലെ ജനങ്ങൾക്കാണ് പ്രശ്നം. അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും വെയിലും കൊണ്ട് വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്ന ആശമാർക്കാണ് പ്രശ്നം. അവർക്കാണ് ബുദ്ധിമുട്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട്, ഒരു സ്ത്രീയല്ലേ നിങ്ങളും, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോവാണെന്നുള്ള കള്ളവും പറഞ്ഞിട്ട് അവിടെ പോയി ഡൽഹിയിൽ പോയി അത്താഴം കഴിച്ചിട്ട് എമ്പക്കമൊക്കെ വിട്ട് തിരിച്ച് നാട്ടിലെത്തിയിട്ട് അന്നേരം പറഞ്ഞതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് സംസാരിക്കുന്നത്. ഈ ഒരു പാർട്ടി ഇത്രയും അധപ്പതിച്ച് പോയോ എന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് സംഭവം. അത് എത്രയ്ക്ക് അധപ്പതിച്ച് പോയി. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ തട്ടിക്കൂട്ടി സെറ്റപ്പുകളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രഹസനങ്ങളാണ്. അത്തരത്തിലൊരു പ്രഹസനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പറയുന്ന വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം. അത് എന്തായാലും പൊളിഞ്ഞു. അത് പൊളിഞ്ഞോടുകൂടി മിനിസ്റ്റർ അത് മെഴുകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇങ്ങനെയല്ല, അത് അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞ, മാധ്യമങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഉരുളുന്നുണ്ട്. കുറേയൊക്കെ ഉരുണ്ട് ദേഹത്തെല്ലാം മണ്ണാണ്, എന്നാലും വീണ്ടും കിടന്ന് ഉരുളുകയാണ്. ഈ പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തൊഴിലാളികളുടെ മുകളിലിരിക്കുന്ന മുതലാളികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പാർട്ടി നിലകൊള്ളുന്നത്. മുതലാളികൾക്കും അതേപോലെ പിടിപാടുള്ള ആളുകൾക്കും വേണ്ടിയിട്ട്. ഇത്രയും അധപ്പതിച്ചൊരു പാർട്ടി വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഒറ്റ പാർട്ടിയെ കാണുകയുള്ളൂ. ഇത്രയും നാണമില്ലാത്ത കുറെ എണ്ണം ഉണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ്